എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോൻ്റെ മെയിൻ കണ്ടൻറ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു ഗൈഡ്, ഒരു PSC പോലൊരു പരീക്ഷയ്ക്ക് പഠിക്കുന്ന ഉദ്യോഗാർത്ഥി പഠിക്കുന്ന മെറ്റീരിയൽ അല്ലെങ്കിൽ ഗൈഡ്സ് അല്ലെങ്കിൽ പഠന സഹായികൾ വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ്, ഏത് രീതിയിലാണ് നമ്മൾ പൊതുവേ അങ്ങനെ ഒരു മാനദണ്ഡം നമ്മൾ തന്നെ ഓരോരാളുടെയും പേഴ്സണൽ ചോയ്സസ് ആണ്, എങ്ങനെ അത് ഫിക്സ് ചെയ്യും എന്നൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന കാര്യം. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് റീഡബിലിറ്റിയാണ്. ഇപ്പോൾ പൊതുവേ ഗൈഡുകൾ ഒരുപാട് ലെങ്ത്തിൽ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും, ഫാക്ട്സ് കൊടുത്തിട്ടുണ്ടാവും, എല്ലാം ഉണ്ടാവും. അതൊക്കെ ആവശ്യമുള്ളതും തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ റീഡബിലിറ്റി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം എത്രമാത്രം നന്നായിട്ട് അത് വായിക്കാനുള്ള താല്പര്യം ഉണ്ടാവും എന്നുള്ളത്. കാരണം ഇപ്പോൾ അലൈൻമെൻ്റ് ആയിരിക്കും, ഫോണ്ട് ആയിരിക്കും, ഒക്കെ ഇതിനൊരു പ്രധാനമായിട്ടുള്ള കാരണമാണ്. കാരണം നമ്മളൊരു ലെങ്ത്തിൽ വായിക്കേണ്ട കാര്യമാണ്. കാരണം 1000 പേജാണെന്ന് വിചാരിച്ചോ, 1000 പേജ് എന്ന് പറയുന്ന ഈ പറയുന്ന ബുക്ക് എന്ന് പറയുന്നത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വായിച്ച് തീർക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ റീഡബിലിറ്റി ഫാക്ടേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അലൈൻമെൻറ്റ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള ഫോണ്ട് പോലും നമുക്ക് രണ്ടാമത് റിവൈസ് ചെയ്യുമ്പോഴൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം കോംപ്രിഹെൻഡിങ് കേപ്പബിലിറ്റി. വായിച്ചാൽ മനസ്സിലാവണം. കാരണം അല്ലാതെ നമുക്കിപ്പം 1000 പേജിൽ ഒരു പേജ് പോലും നീങ്ങാത്ത ഫാക്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം നമുക്ക് സമയം ഒരുപാട് വേസ്റ്റ് ആവുകയും ചെയ്യും. ടൈം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അപ്പോൾ വായിച്ചാൽ മനസ്സിലാവുന്നത് ഓരോരാളുടെ താല്പര്യമാണ്. ഇപ്പം എപ്പോഴും ഇപ്പോൾ ഹിസ്റ്ററി പോലത്തെ ഒരു സബ്ജക്റ്റ്, എന്താ കാര്യം, ഹിസ്റ്ററി എല്ലാത്തിലും ഒരുപോലെ ആയിരിക്കും. മാത്രമല്ല നമുക്ക് ഇപ്പോൾ 1857 റിവോൾട്ടിനെ കുറിച്ച്, 1857 റിവോൾട്ട്, അതിനെക്കുറിച്ച് 15 പോയിൻ്റ് പഠിക്കാനുണ്ട്. അതിൻ്റെ കൂടെ ഇറലവൻ്റ് ആയിട്ടുള്ള 35 പോയിൻ്റ് ഓർത്ത് വെക്കലെന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പം ഏത് പുസ്തകമാണോ 15 പോയിൻ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് പറയുന്നത്, അത്രയും നമുക്ക് റീകളക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യത്തിൽ കോംപ്രിഹെൻഡബിലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വായിച്ചാൽ മനസ്സിലാവണം. ഏത് പുസ്തകമായാലും ഇപ്പോൾ 1857 റിവോൾട്ട് ആണെങ്കിൽ എല്ലാ പുസ്തകത്തിലും ഒരുപോലെ തന്നെ ആയിരിക്കും. പക്ഷേ നിങ്ങൾക്ക് എത്രമാത്രം ആ കാര്യം മനസ്സിലാവുന്നുണ്ടോ, ക്രോണോളജിക്കലി എത്രമാത്രം നന്നായിട്ട് കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സിലബസ് കവറേജ്, എപ്പോഴും സിലബസ് ഓറിയൻറ്റഡ് ആണ് പുസ്തകങ്ങൾ. പക്ഷേ അതിലൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്കിനാണ് ഒരു 10ാം തരം മെയിൻസ് പരീക്ഷയ്ക്ക് വരുന്നതെന്ന് വിചാരിച്ചു. 10th ലെവൽ മെയിൻസ് എക്സാം 5 മാർക്കിനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചു. 300 പേജ് വായിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന 5 മാർക്കാണ്. അപ്പോൾ നമ്മൾ തീരുമാനിക്കുകയാണ് 250 പേജിൻ്റെ ഒരു ഫുൾ ലെങ്ത്ത് ഒരു 10 ദിവസം കൊണ്ട് വായിച്ച് തീരുമെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന 5 മാർക്കാണ്. അപ്പോൾ 500 പേജ് കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടുള്ളൂ? 5 മാർക്കേ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള പുസ്തകങ്ങളിൽ ഒരുപാട് ഫാക്ട്സ് പഠിച്ചുകൊണ്ട് കൂടുതൽ മാർക്ക് വാങ്ങാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ്. അതും നിങ്ങൾ തന്നെ എന്താ പറയുക, നിങ്ങളുടെ ചോയ്സസിനനുസരിച്ചിട്ട് ചെയ്യേണ്ട. കാരണം പേഴ്സണൽ ചോയ്സസ് ഉണ്ടാവും. കൂടുതൽ ഫാക്ട്സ് പഠിക്കണം എന്ന് വിചാരിക്കുന്ന ആൾ, അങ്ങനെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ആളാണെങ്കിൽ അങ്ങനെ പഠിച്ചാലേ നമുക്ക് സമാധാനമാവുള്ളൂ. നേരെ മറിച്ച് ഇത്തിരി ഡിസ്ക്രിപ്റ്റീവായിട്ട് കാര്യങ്ങൾ കൂടുതൽ അറിയുകയും ചെയ്യണം എന്ന ഫാക്ട്സ് നോക്കണം എന്ന് വിചാരിക്കുന്നവർക്ക് ആ രീതിയിലുള്ള ഗൈഡുകൾ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നോക്കി വാങ്ങണം. എപ്പോഴും പേഴ്സണൽ പ്രിഫറൻസസ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ടൈം ബൗണ്ട് ആയിട്ടുള്ള കംപ്ലീഷൻ, എപ്പോഴും ഒരു സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ തീർക്കാനുള്ള പ്ലാൻ നമുക്കുണ്ടാവണം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ഗൈഡ്, ഇപ്പോൾ 3 ഗൈഡ് ഒരുമിച്ച് വാങ്ങുക അല്ലെങ്കിൽ 4 ഗൈഡ് ഒരുമിച്ച് വാങ്ങിയിട്ട് ഒരേ കാര്യം തന്നെ പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ കൃത്യമായ നമ്മുടെ ടൈം ടേബിൾ അനുസരിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ മോർ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി തരുമെന്ന് വെച്ചാൽ, കാരണം ഇപ്പോൾ ഒരു പേജിൽ തന്നെ 1857 കുറിച്ചുള്ള ബാക്ക്ഗ്രൗണ്ടും അതിൻ്റെ കാരണങ്ങളും ഇമ്മീഡിയറ്റ് കോസും, എന്താണ് പൊളിറ്റിക്കൽ കോസ്, എന്താണ് എക്കണോമിക്കൽ കോസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കൂടുതൽ ഓർമ്മ നിൽക്കാൻ സഹായിക്കും. ഫാക്ച്വലി നമ്മളിപ്പോൾ ഒരു കാര്യം പറഞ്ഞു, രണ്ടാമത്തെ കാര്യം പറഞ്ഞു, മൂന്നാമത്തെ കാര്യം പറഞ്ഞു, അങ്ങനെ ഫാക്റ്റ് വൈസ് പോവാതെ കുറച്ചും കൂടി ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിൽ എന്ത് പറ്റും, ആ മുഴുവൻ കഥയും മനസ്സിലാക്കാനുള്ള നമുക്കൊരു കേപ്പബിലിറ്റി ഉണ്ടാവും എന്നാണ് ഞാൻ പേഴ്സണലി പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് വാങ്ങുന്ന സമയത്ത് നിങ്ങളൊരു ഓൺലൈൻ സ്റ്റോറിൽ പോവുകയാണെങ്കിൽ അതിൻ്റെ സാമ്പിൾ കോപ്പി കിട്ടുമായിരിക്കും. സാമ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു PDF കോപ്പി കിട്ടിയിട്ട് അത് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇത് കൊള്ളാം, അലൈൻമെൻറ്റ് കൊള്ളാം എന്നൊക്കെ. അതല്ല, നമ്മളൊരു ഷോപ്പിൽ പോയിട്ട് ഓഫ്ലൈനായിട്ട് വാങ്ങുകയാണെങ്കിൽ ഒരു അറിയാത്ത ടോപ്പിക്ക്, ഇപ്പോൾ പുതിയൊരു സ്കീമിനെ കുറിച്ചുള്ളൊരു ടോപ്പിക്കിൻ്റെ പേജ് എടുത്ത് വായിച്ച് നോക്കിയിട്ട് എത്രമാത്രം നന്നായി മനസ്സിലാവുന്നുണ്ട് നോക്കിയിട്ട് സെലക്ട് ചെയ്യുന്നതും നിങ്ങൾക്ക് ഗുണകരമായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം ഇത്രയാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യം. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ, സീ യു.